ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ജനുവരി 23, 2025 നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റാണ്. നമുക്കറിയാം, യൂറോപ്പിലെ ചാമ്പ്യൻസ് ക്ലബിനെ കണ്ടെത്താനായുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ 7ാം റൗണ്ട് മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി. നമുക്കറിയാം, 7ാം റൗണ്ട് തുടങ്ങുമ്പോൾ പല ടീമുകളും ഡേഞ്ചർ സോണിലായിരുന്നു. നിലവിലുള്ള ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡ്. പക്ഷെ അവർ ഈ റൗണ്ടിൽ 1-5 ഗോളുകളുടെ തകർപ്പൻ വിജയം നേടി അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയിട്ടുണ്ട്. മറ്റ് 2 ടീമുകൾ ഡേഞ്ചർ സോണിലുണ്ടായിരുന്ന 2 ടീമുകൾ നമുക്കറിയാം. ഒന്ന് PSG ആണ്, ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അവർ രണ്ടുപേരും പരസ്പരമാണ് മത്സരിച്ചത്. ഇന്നലത്തെ മത്സരത്തിൽ PSG 2-4 ഗോളുകൾക്ക് സിറ്റിയെ പരാജയപ്പെടുത്തി. വിജയിച്ചെങ്കിലും സിറ്റി ഇപ്പോഴും അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം PSG ഇപ്പോഴും അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയിട്ടില്ല. അതുപോലെ പരാജയപ്പെട്ട സിറ്റിയുടെ കാര്യവും തുലാസിൽ തന്നെയാണ്. അടുത്ത 8ാം റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം അവരുടെ ഭാവി പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം, 36 ക്ലബ്ബുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിൽ പോയിൻ്റ് നിലയിൽ ആദ്യ 8 സ്ഥാനങ്ങൾ നേടുന്ന ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് നേരിട്ട് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശനം ലഭിക്കും. ഈ പ്രാഥമിക ഘട്ടത്തിൽ 8 റൗണ്ട് മത്സരങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ കളിച്ച 7 മത്സരവും വിജയിച്ച ഇംഗ്ലീഷ് ക്ലബ്ബ് ലിവർപൂൾ 21 പോയിൻറ്റോടെ അടുത്ത പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം 2ാം സ്ഥാനത്തുള്ള ബാർസലോണ 1 മത്സരം മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ. അവരും 18 പോയിൻറ്റോടെ പ്രീ ക്വാർട്ടറിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയിട്ടുണ്ട്. പിന്നീട് 3ാം സ്ഥാനം മുതൽ 18ാം സ്ഥാനം വരെയുള്ള ടീമുകളുണ്ട്. 12 അതിലധികമോ പോയിൻ്റ് നേടിയ ക്ലബ്ബുകളാണ്. അവരും അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ ചിലരെല്ലാം പ്ലേ ഓഫ് റൗണ്ട് കളിക്കേണ്ടി വരും. പ്ലേ ഓഫ് റൗണ്ടിൽ വിജയിച്ചാലായിരിക്കും അവർക്ക് പ്രീ ക്വാർട്ടറിൽ കളിക്കാൻ കഴിയുക. പിന്നീട് 19ാം സ്ഥാനം മുതൽ 27ാം സ്ഥാനം വരെയുള്ള കുറച്ച് ക്ലബ്ബുകളുണ്ട്. അതായത് 11 പോയിൻറ്റിനും 7 പോയിൻറ്റിനും ഇടയ്ക്കുള്ളവർ. അവരുടെ കാര്യം അടുത്ത റൗണ്ട് മത്സരം കൂടി പൂർത്തിയായ ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ ഏതൊക്കെയാണ്, ആ ക്ലബ്ബുകൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 19ാം സ്ഥാനത്തുള്ളത് PSV ഐന്തോവനാണ്. ഡച്ച് ക്ലബ്ബാണ്. അവർക്കിപ്പോൾ 11 പോയിൻ്റാണുള്ളത്. അവരുടെ അടുത്ത മത്സരം ലിവർപൂളുമായിട്ടാണ്. 20ാം സ്ഥാനത്തുള്ളത് ക്ലബ്ബ് ബ്രുഗയാണ്. അവർക്കും 11 പോയിൻ്റാണുള്ളത്. അവരുടെ അടുത്ത മത്സരം 8 പോയിൻ്റുള്ള മാഞ്ചസ്റ്റർ സിറ്റിയും ആയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ക്ലബ്ബ് ബ്രുഗയ്ക്ക് പരാജയപ്പെട്ടാലും കുഴപ്പമില്ല, ചിലപ്പോൾ കടന്നുകൂടി എന്ന് വരാം. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വിജയം നിർബന്ധമാണ്. മാത്രമല്ല, മറ്റ് ക്ലബ്ബുകളുടെ മത്സരഫലം കൂടി അവരുടെ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രവേശനത്തെ ബാധിക്കും. 21ാം സ്ഥാനത്തുള്ളത് ബെനിഫിക്കയാണ്. അവർക്ക് 10 പോയിൻ്റാണ് ഉള്ളത്. ഇപ്പോൾ 22ാം സ്ഥാനത്തുള്ളത് PSG ആണ്. അവർക്ക് 10 പോയിൻ്റാണുള്ളത്. 23ാം സ്ഥാനത്തുള്ളത് സ്പോർട്ടിംഗ് ലിസ്ബണാണ്. അവർക്കും 10 പോയിൻ്റാണ് ഉള്ളത്. 24ാം സ്ഥാനത്ത് സ്റ്റുട്ട്ഗർട്ടാണ്. അവർക്ക് 10 പോയിൻ്റാണ് ഉള്ളത്. 25ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റിയാണ്, 8 പോയിൻ്റ്. 26ാം സ്ഥാനത്ത് ഡൈനാമോ സാഗ്രിബാണ്, 8 പോയിൻ്റ്. 27ാം സ്ഥാനത്ത് ഷാക്തർ ഡൊണാസ്കാണ്. അവർക്ക് 7 പോയിൻ്റ്. അപ്പോൾ 7 പോയിൻ്റുള്ള ഷാക്തർ ഡൊണാസ്കിനും വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വിദൂര സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും ഈ 9 ടീമുകളാണ്. ഈ 9 ടീമുകളിൽ 6 ടീമുകൾ കൂടി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാം, അടുത്ത മത്സരത്തിൽ നല്ല റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.